ഹലോ, പാർവതിയാണേ. അപ്പം ഈദിൻ്റെ തലേദിവസത്തെ ഒരു വീഡിയോ ആണേ. ഞാൻ എഴുന്നേക്കാൻ ഉച്ചയ്ക്ക് 12:54 നല്ല ലേറ്റായി, നന്നായിട്ട് ഡീപ്പായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എഴുന്നേറ്റ് വന്ന് ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി നേരെ അടുക്കളയിലോട്ട് പോയി. ഉച്ചയായി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഒരു ചായ ഇട്ട് ബ്രെഡും പഴമൊക്കെ ഒന്ന് പാലൊഴിച്ച് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അടുക്കളയിൽ നിന്ന് ഉച്ചയ്ക്ക് എന്തായാലും അത്യാവശ്യം ലഞ്ചെന്ന് പറഞ്ഞാൽ ലഞ്ച് കഴിക്കാൻ എന്തായാലും വൈകിട്ടാവും. അപ്പോൾ ഓഫീസിൽ നിന്ന് എത്താനും കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലഞ്ചൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് 2 റെസിപ്പി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വഴുതനങ്ങയും വെച്ചിട്ടൊരു റെസിപ്പിയും, അതുപോലെ തന്നെ തക്കാളി മുരിങ്ങയ്ക്ക വെച്ചിട്ടൊരു തേങ്ങ അരച്ചിട്ടുള്ള കറിയും. ഈ തക്കാളി മുരിങ്ങയ്ക്ക വെച്ച് തേങ്ങ അരച്ചിട്ടുള്ള കറി ഞാൻ ഷാൻജിയുടെ വീഡിയോയിൽ നിന്ന് പഠിച്ച് വെച്ചിട്ടുള്ളതായിരുന്നേ. പിന്നെ ഈ ബ്രിഞ്ചാൾ വെച്ചിട്ടുള്ള ഫ്രൈഡ് ബ്രിഞ്ചാൾ തോരൻ എന്ന് പറയും, അത് വില്ലേജ് കുക്കിംഗ് ചാനലിലെ അമ്മ ഉണ്ടാക്കുന്ന വീഡിയോയ്ക്കകത്തുനിന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു. അപ്പം ഈ ഐറ്റംസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് എന്നാൽ ഉച്ചക്കലത്തേക്ക് ഇത് രണ്ടും ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ച ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ചൊരു ഏത്തക്ക തോരനും വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അരിയൊക്കെ കഴുകി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയൊക്കെ വെന്ത് ചോറൊക്കെ ആയി. പിന്നെ ഈ ബ്രിഞ്ചാൾ വെച്ചിട്ടുള്ള തോരനും തേങ്ങ അരച്ചിട്ടുള്ള കറിയും ഒക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഏത്തക്ക മെഴുക്ക് വരട്ടി ജസ്റ്റ് ഒന്നുമില്ല, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ 2 പീസ് ഫിഷ് ഫ്രിഡ്ജിൽ ഞാൻ മസാല തേച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തു. അങ്ങനെ ലഞ്ചിന് ചോറും മുരിങ്ങയ്ക്കയും തക്കാളിയും വെച്ചിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള കറിയും ഫ്രൈഡ് ബ്രിഞ്ചാൾ തോരനും പിന്നെ ഏത്തക്ക മെഴുക്ക് വരട്ടിയും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഒക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചു. പിന്നെ ഓർത്തു ആ ഒരു സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അങ്ങനെ സ്റ്റൗവിൻ്റെ അതൊക്കെ എടുത്ത് ആ ഫോയിൽ പേപ്പർ മാറ്റി. നമ്മൾ ഒരു മാസം കുറേ നാളത്തേക്ക് ആ ഫോയിൽ പേപ്പർ നിൽക്കും. പിന്നെ അത് കുറേ ചീത്തയാകുമ്പോഴത്തേക്ക് നമ്മളത് എടുത്ത് മാറ്റും. അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ മാത്രം ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വൃത്തിയാക്കി സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ച് അതിൻ്റെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണേ. അപ്പോൾ അത്രേ ഉള്ളേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.